കഴിഞ്ഞ ദിവസം കൂലി സിനിമയിലുള്ള പവർ ഹൗസ് എന്ന് പറയുന്ന സോങ് വന്നേക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞായിരുന്നു. ഈ സിനിമയിൽ വരാൻ പോകുന്ന ഹിഡൻ ഡീറ്റെയിലുകളും ഇതിനകത്ത് പറഞ്ഞു വെച്ചേക്കുന്ന ഈസ്റ്റർ എഗ്ഗുകളെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ഡീകോഡിംഗ് വീഡിയോ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞായിരുന്നു. കാരണം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്തേക്കുന്ന പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഡീകോഡിംഗ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഡീകോഡിംഗ് വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുമെന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. LCയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈസ്റ്റർ എഗ്ഗുകൾ, ഞാൻ ആ വാക്ക് എടുത്ത് പറയുന്നു, ഈസ്റ്റർ എഗ്ഗുകളെ കുറിച്ചാണ് നമ്മൾ കൃത്യമായിട്ട് പറയാനായിട്ട് പോകുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. കൂലി സിനിമയുടെ പവർ ഹൗസ് പറയുന്ന സോങ് വരുന്നതിന് തൊട്ട് മുമ്പേ തന്നെ രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ വന്നായിരുന്നു. 9 മണിക്ക് ഈ ഒരു സോങ് റിലീസ് ആവുന്നുണ്ടെന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വന്നായിരുന്നു. ആ വീഡിയോക്കകത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കൈതിക്കകത്തുള്ള ഒരു ക്യാരക്ടറാണ് ആ ഒരു കാരണത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും. LCയുടെ ഒരു ഈസ്റ്റർ എഗ്ഗ് എന്നൊരു കാര്യം പറയാൻ പറ്റുന്ന സമയത്തും ഇദ്ദേഹം യൂസ് ചെയ്യുന്ന ഫോണിനകത്ത് ഈ ഒരു പാട്ട് പ്ലേ ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ തന്നെയുള്ള ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ലോകേഷിന്റെ ആ ഒരു പ്രൊഫൈൽ പിക്ചർ എന്ന് പറയുന്നത് ബേസിക്കലി ലിയോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ പിക്ചറാണ് ശരിക്കും ഇതിനകത്ത് കൊണ്ടുവന്നേക്കുന്നത്. ശരിക്കും ഇതൊരു സ്റ്റാൻഡ് അലോൺ സിനിമ എന്നുള്ളൊരു കാര്യം പറയുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെ വിജയുടെ ഒരു പിക്ക് ഇതിനകത്ത് വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ റെഫറൻസ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകേഷിന്റെ ഒരു ഈസ്റ്റർ എഗ്ഗ് എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും. ഇത്തരത്തിൽ ഒരുപാട് ഈസ്റ്റർ എഗ്ഗുകളാണ് ഈ സിനിമയിൽ കൃത്യമായിട്ട് കൊണ്ടുവന്നേക്കുന്നത്. LCയുവിൽ വന്നേക്കുന്ന ഒരുപാട് ഈസ്റ്റർ എഗ്ഗുകളാണ് ഈ സിനിമയ്ക്കകത്ത് അല്ലെങ്കിൽ ഈ പാട്ടിനകത്ത് പോലും ഇവർ കൃത്യമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഷോട്ടിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പവർ ഹൗസ് പറയുന്ന സോങ്ങിന്റെ ഈ ഒരു വീഡിയോ അപ്ഡേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പവർ ഹൗസുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിനെ ഇവർ ഇപ്പോൾ കൃത്യമായിട്ട് റിവീൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ റിവീൽ ചെയ്തിട്ടില്ല എന്നൊരു കാര്യം പറയാൻ പറ്റും. ആക്ച്വലി ഈ പോസ്റ്റേഴ്സുകൾ, കൂലി സിനിമയുടെ ഫസ്റ്റ് ഒരുപാട് പോസ്റ്റേഴ്സുകൾ, ക്യാരക്ടർ റിവീലേഷൻ പോസ്റ്റേഴ്സുകളൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ഓരോ ക്യാരക്ടേഴ്സിന്റെ കയ്യിലും ഓരോരോ സാധനങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചായിരുന്നല്ലോ. ദേവയുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ കൂലി എന്ന് പറയുന്ന ഒരു നമ്പർ കാണാൻ സാധിച്ചായിരുന്നു. അതുപോലെ തന്നെ വില്ലന്മാരുടെ കയ്യിലാണെങ്കിൽ വാച്ചുകൾ കാണാൻ സാധിച്ചായിരുന്നു. ഉപേന്ദ്രയുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഒരു ഹുക്ക് കാണാൻ സാധിച്ചായിരുന്നു. ചാക്കെല്ലാം മറ്റും പൊക്കുന്ന ഒരു ഹുക്ക് കാണാൻ സാധിച്ചായിരുന്നു. ഇതുപോലെ തന്നെ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനെ, ഒന്ന് ശ്രുതിഹാസനാണ്, ഒപ്പം തന്നെ സത്യരാജിന്റെ ഒരു കഥാപാത്രത്തിന് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സത്യരാജിന്റെ കഥാപാത്രത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു വയറാണ്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വയറാണ്. ആക്ച്വലി ഇവിടെ കാണിക്കുന്ന ഷോട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്രെയിമിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഷോട്ട് എന്ന് പറയുന്നത് ഒരു പവർ ഹൗസ് ആണല്ലേ. ഈ പവർ ഹൗസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഈ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. അതായത് പോർട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ബേസിക്കലി പറയുന്ന പവർ ഹൗസ് എന്ന് പറയുന്നത്. സോ ഈ പവർ ഹൗസിനാണ് ഈ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് നടക്കുന്നത് എന്നൊരു കാര്യം പറയുന്ന സമയത്ത് ഈ പവർ ഹൗസ് ഒരു കാലത്ത് ഓൺ ചെയ്തിരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇവിടുത്തെ മെയിൻ ആൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ സത്യരാജ് ആയിരിക്കാം. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത്? കൃത്യമായിട്ട് പറയാം. അതിന് മുന്നേ തന്നെ ചില ഈസ്റ്റർ എഗ്ഗുകൾ കൂടി ഇവിടെ പറയാനായിട്ടുണ്ട്. ഇവിടെ ഒരു ലോറിയുടെ റെഫറൻസ് കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു ചാക്കിന്റെ റെഫറൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് കണ്ട സമയത്ത് കുറെ ആൾക്കാർ പറഞ്ഞു, ബ്രോ ഇത് നമ്മുടെ LCയുമായിട്ട് കണക്ട് ചെയ്യുന്ന സംഭവമാണോ, കൈദിയുമായിട്ട് കണക്ട് ചെയ്യുന്ന, വിക്രമായിട്ട് കണക്ട് ചെയ്യുന്ന സംഭവമാണോ ഒരു കാര്യം ചോദിച്ചായിരുന്നു. ആക്ച്വലി കണക്ട് ചെയ്യുന്ന ഒരു സംഭവമല്ല, ഇതൊരു സ്റ്റാൻഡ് അലോൺ മൂവി എന്നുള്ള കാര്യം ലോകേഷ് പല സമയങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സമയത്തും ലിയോ പോലെ നേരത്തെ കാണിച്ചിരിക്കുന്ന പോലത്തെ ഒരുപാട് ഈസ്റ്റർ എഗ്ഗുകൾ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഈസ്റ്റർ എഗ്ഗ് എന്നൊരു കാര്യം പറയാൻ പറ്റും. ഇതിന് ശേഷം വന്നിരിക്കുന്ന അടുത്തൊരു ഷോട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു കാർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാർ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എനിക്കറിയില്ല. കാരണം നിങ്ങൾ ഈ കാർ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു വോൾവോ കാർ പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ. ഈ ഒരു വോൾവോ കാർ ഇതിന് മുൻപ് ഏതെങ്കിലും സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് അത് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ, ഒന്ന് ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. LC സിനിമയിൽ വന്നിരിക്കുന്ന വിക്രം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് റോളക്സ് അവസാനം വരുന്ന സമയത്ത് അദ്ദേഹം യൂസ് ചെയ്യുന്ന കാർ എന്ന് പറയുന്നത് ഒരു വോൾവോ കാറാണ്. സോ അതിന്റെ ഒരു ഈസ്റ്റർ എഗ്ഗ് എന്നുള്ളൊരു കാര്യം കൂടി പറയാൻ പറ്റും. അടുത്തൊരു ഷോട്ടിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ടെലിഫോണാണ്. ഈ ഒരു ടെലിഫോൺ വളരെ പ്രധാനപ്പെട്ട ഒരു റെലവൻസ് എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും. ആക്ച്വലി കൂലിയുടെ അപ്ഡേറ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ഒരു ടെലിഫോൺ എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് പറയാൻ പറ്റും. പഴയ ഒരു ടെലിഫോണാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആക്ച്വലി ടെലിഫോൺ എന്ന് പറയുന്നത് കൂലി എന്ന് പറയുന്ന സിനിമയുടെ വെരി ഫസ്റ്റ് അപ്ഡേറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് അനൗൺസ്മെന്റ് വീഡിയോ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ മറ്റേ മുടിച്ചിട്ട ലാമ എന്ന് പറയുന്ന ഡയലോഗ് പറയുന്ന സമയത്ത് അദ്ദേഹം യൂസ് ചെയ്യുന്ന ടെലിഫോൺ എന്ന് പറയുന്നതും ഇതേ സെയിം ടെലിഫോൺ തന്നെയാണ്. സോ ദിസ് ഇസ് എ സെയിം ടെലിഫോൺ. അതിന്റെ റിസംബ്ലൻസിനാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഒരു ബൈക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ് ഈ ബൈക്കിന്റെ റിലവൻസ് എന്നുള്ളൊരു കാര്യം ഞാൻ ഇങ്ങനെ നോക്കി പോകുന്ന സമയത്താണ് ലോകേഷ് ഒന്നും കാണാണ്ട് ഇങ്ങനെ ഒരു ബൈക്ക് ഇവിടെ കൊണ്ടില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാലോ. ആക്ച്വലി ഞാൻ അന്നെ പറഞ്ഞായിരുന്നു ഈ ബൈക്കിന് ഭയങ്കരമായിട്ടുള്ള റെലവൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. ആക്ച്വലി ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നത് ഹോണ്ട ബൈക്കാണ്. ഹോണ്ട ബൈക്ക് എന്ന് പറയുന്ന സമയത്ത് 1979 മോഡലാണ്. ഈ ബൈക്കാണ് ആക്ച്വലി രജനീകാന്തിന്റെ പഴയൊരു സിനിമയിൽ അദ്ദേഹം കൂലിയായിട്ട് അഭിനയിച്ചേക്കുന്ന ഒരു സിനിമയ്ക്കകത്ത് അദ്ദേഹം ഉപയോഗിക്കുന്ന വണ്ടി എന്ന് പറയുന്നത്. സോ ആ പഴയ വണ്ടിയുടെ റെഫറൻസ് തന്നെയാണ് ഈ ഒരു പോയിന്റിനകത്ത് ഇദ്ദേഹം കൊടുത്തേക്കുന്നത്. ആ പഴയ വണ്ടി, ആ പഴയ കൂലി എന്ന് പറയുന്ന കഥാപാത്രം ഉപയോഗിച്ചേക്കുന്ന അതേ വണ്ടി തന്നെയാണ്, ആ ഹോണ്ട ബൈക്ക് തന്നെയാണ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. 1979 മോഡലാണ് ഈ ഒരു വണ്ടി എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് പറയാനായിട്ട് പറ്റും. അടുത്തൊരു ഷോട്ടിനകത്ത് നമ്മൾ നോക്കിയിട്ട് നമുക്ക് പ്രധാനമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വാളാണ്. ശരിക്കും ഇത് റോളക്സ് ആയിട്ട് കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റോളക്സിനെ പോലെ സിമിലർ ആയിട്ട് തോന്നിപ്പിക്കുന്ന ഒരു ഈസ്റ്റർ എഗ്ഗ് എന്നുള്ള കാര്യം കൂടി പറയാൻ പറ്റുന്ന സമയത്തും നെക്സ്റ്റ് ഷോട്ടിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സ്ഥലത്ത് ഒരുപാട് അറ്റംപ്റ്റുകൾ അല്ലെങ്കിൽ ഒരു അറ്റാക്ക് അറ്റംപ്റ്റുകൾ മുന്നേ തന്നെ നടന്നേക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഓൾറെഡി ഇവർ ഒരു ഫൈറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിലും ഓൾറെഡി ഇതിന് മുന്നേ തന്നെ ആരൊക്കെയോ ഈ ഒരു സ്ഥലത്ത് വന്ന ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി പറയാൻ പറ്റും. എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യരാജ് സിനിമയിൽ കൊല ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളൊരു കാര്യം എനിക്ക് സംശയമുണ്ട്. കാരണം
എൻ്റെ ഒരു സംശയമാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ഒരു പവർ ഹൗസ് എന്ന് പറയുന്നത് ബേസിക്കലി സത്യരാജ് ഓൺ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടീസറിന്റെ അവസാന പോയിന്റിലോട്ട് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, ഇവിടെ ലിവർ പോലത്തെ ഒരു ഐറ്റം ഇങ്ങനെ പിടിച്ച് തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഇതൊരു ഷിപ്പ് ആണെന്നുള്ളൊരു കാര്യം ചിന്തിക്കും, ഷിപ്പിനകത്ത് ഉള്ള പോലത്തെ ഒരു ഗിയർ ബോക്സ് ആണെന്നുള്ളൊരു കാര്യം ചിന്തിക്കില്ല. പക്ഷേ ആക്ച്വലി ഇത് ഈ പവർ ഹൗസിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ഒരു ഗിയർ ആണ് ആക്ച്വലി. ഇത് സത്യരാജിന്റെ ഒരു ക്യാരക്ടർ പോസ്റ്റ് പുറത്തേക്ക് വന്നേക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ സ്കിൽസുകൾ പുറത്തേക്ക് വന്നേക്കുന്ന സമയത്തും ഇത്തരത്തിലുള്ള ലൊക്കേഷൻ തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് രജനികാന്ത് വേഴ്സസ് സത്യരാജ് എന്ന് പറയുന്ന അവർ തമ്മിൽ സംസാരിക്കുന്ന അവർ തമ്മിൽ ഒരു കോൺഫ്രണ്ടേഷൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ കാണിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ സെയിം ലൊക്കേഷൻ തന്നെയാണ്. സോ ഈ പവർ ഹൗസിലുള്ള പ്രധാനപ്പെട്ട ഒരാളാണ് സത്യരാജ് എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും. കാരണം സത്യരാജിന്റെ കയ്യിൽ ഇതൊക്കെ കാണാൻ സാധിക്കുന്നത് ഒരു വയറാണ്. സോ അയാൾ അവിടെ നിൽക്കുന്ന ആ പവർ ഹൗസിനെ മാനേജ് ചെയ്യുന്ന ഒരു ഇലക്ട്രീഷ്യൻ പോലത്തെ ഒരാളായിരിക്കാം എന്നുള്ളൊരു കാര്യം ഞാൻ വിചാരിക്കുന്നു. ആ പവർ ഹൗസിന്റെ മെയിൻ ആയിട്ട് നിൽക്കുന്ന ഒരു ചീഫ് ആയിരിക്കാം അദ്ദേഹം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ആ പവർ ഹൗസിൽ വെച്ചിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് നടന്നിട്ടുണ്ടാവാം. അതിന്റെ റിട്ടാലിയേഷൻ എന്നുള്ള രീതിക്ക്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു തിരിച്ചടി എന്നുള്ള രീതിക്കായിരിക്കാം ഇവിടെ കൂലി എന്ന് പറയുന്ന ഈ കഥാപാത്രം അദ്ദേഹത്തിന്റെ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നതും ആ പോയിന്റ് വെച്ച് തന്നെ വില്ലന്മാരെ എല്ലാം തീർക്കാനായിട്ട് നോക്കുന്നതും എന്നുള്ളൊരു കാര്യം തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. ഈ ഒരു പോയിന്റ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് പല ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ ഒരു ആക്സിന്റെ പോയിന്റ് കാണുന്ന സമയത്ത് ഇത് മറ്റൊരു ഈസ്റ്റർ എഗ് ആണ്. ആക്ച്വലി LCU സിനിമയിൽ വന്നേക്കുന്ന നമ്മുടെ ലിയോ എന്ന് പറയുന്ന സിനിമയ്ക്കകത്തുള്ള ഈ ഒരു ഷോട്ടിനകത്ത് വന്നേക്കുന്ന അതിന് ഒരു റിസംബ്ലൻസ് പോലെ കാണിക്കുന്ന ഒരു ഷോട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതെല്ലാം ലോക്കിയുടെ ഒരു തന്ത്രം കൂടിയാണ്. ആൻഡ് ഇവിടെ ഈ ഒരു ഷോട്ട് കാണുന്ന സമയത്ത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചെന്നുള്ളൊരു എനിക്കറിയില്ല, ഇവിടെ ഇതിന്റെ ആക്ച്വലി ഒരു റിയൽ ഔട്ട്പുട്ട് കുറച്ച് നാൾ മുമ്പേ തന്നെ പുറത്തു വന്നായിരുന്നു. ആക്ച്വലി ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്നുള്ളൊരു പിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷോട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് ഈ ഷോട്ടിനോട് സിമിലർ ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതായത് ഇവിടെ ഈ നടക്കുന്ന ഫൈറ്റ് സീക്വൻസ് എന്ന് പറയുന്നത് ഒരു റെഡ് ടോണിലാണ് ഇവർ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പവർ ഹൗസ് എന്ന് പറയുന്ന ഈ സ്ഥലം അടഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥയിലാണ് കാണാൻ സാധിക്കുന്നത് അല്ലേ. അതായത് കുറെ കാലമായിട്ട് തുറക്കാത്ത ഒരു സ്ഥലമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പവർ ഹൗസ് ഓൾറെഡി ലൈറ്റ് ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഗിയർ പിടിച്ച് തിരിക്കുന്ന സമയത്ത് ഇവിടെ ഈ പവർ ഹൗസ് പറയുന്ന ലൈറ്റ് കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പവർ ഹൗസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു സത്യരാജ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അദ്ദേഹത്തിന്റെ കഥാപാത്രം. ആൻഡ് അദ്ദേഹത്തിന്റെ കഥാപാത്രം അവിടെ മരണപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു അപകടം വരുന്ന സമയത്തോ ദേവ എന്ന് പറയുന്ന ക്യാരക്ടർ ആ പോയിന്റിലോട്ട് എത്തി അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നു, അയാൾക്ക് വേണ്ടി ഒരു ഫൈറ്റ് നടത്തുന്നു. അതിനുശേഷം ആ പവർ ഹൗസ് വീണ്ടും ഓൺ ആക്കുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് ഈ ഒരു ഷോട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ഒരു കാര്യം കാണാൻ പറ്റും. ലോകേഷിന്റെ എല്ലാ പടങ്ങളിലുള്ള പോലെ തന്നെ കുറേയധികം ആൾക്കാരെ ഇടിച്ചിട്ടേക്കുന്ന പോലത്തെ ആ ഒരു സെയിം ഫ്രെയിം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ലോകേഷിന്റെ ഒരു മാസ്റ്റർ പീസ് ആണ് ഈ ഒരു ഷോട്ട് എന്നുള്ളൊരു കാര്യം കൂടി പറയാൻ പറ്റും. എനിവേസ് ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, ഈ സിനിമയിൽ ദേവ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരു കഥാപാത്രം മരണപ്പെടുന്നുണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഷോട്ട് അല്ലെങ്കിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ലോകേഷ് എടുത്തേക്കുന്ന ആ ഒരു ക്യാമറയെ നമ്മൾ കൃത്യമായിട്ട് സൂം ഇൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരാളുടെ ഡെഡ് ബോഡി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ആ ഡെഡ് ബോഡി എന്ന് പറയുന്ന ഒരു പക്ഷേ സത്യരാജിന്റെ ഡെഡ് ബോഡി ആയിരിക്കും, അതല്ലെങ്കിൽ ഇദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ ഡെഡ് ബോഡി ആയിരിക്കും എന്നൊരു കാര്യം പറയാൻ പറ്റില്ല. എനിവേസ് ഒരു കാര്യം വളരെ ഉറപ്പാണ്, ഇതൊരു അബാൻഡൻഡ് ആയിട്ട് നിൽക്കുന്ന ആരും ഉപയോഗിക്കാത്ത ഒരു പവർ ഹൗസ് ആണ്. ആ പവർ ഹൗസ് ആണ് പിന്നീട് ദേവ എന്ന് പറയുന്ന ക്യാരക്ടർ വീണ്ടും ഓൺ ആക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ആൻഡ് പവർ ഹൗസ് പറയുന്ന ഈ ലൈറ്റ് ഓൺ ആക്കുന്ന സമയത്ത് അവിടെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ യുദ്ധം ചെയ്യാനായിട്ട് റെഡിയാണ് എന്നുള്ളൊരു കാര്യം കൂടി ശത്രുക്കൾക്ക് കൊടുക്കുന്ന ഒരു സൂചന കൂടിയാണ് ഈ സംഭവം എന്നൊരു കാര്യം കൂടി പറയാൻ പറ്റും. ആൻഡ് ഈ സ്റ്റോറി എന്ന് പറയുന്നതും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം അത് എക്സ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു നിരാശ വരാനുള്ള ചാൻസ് കൂടി ഉണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ വിചാരിക്കുന്നു. സോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം അത് അറിഞ്ഞു കഴിഞ്ഞിട്ട് അത് കാണുകയാണെന്നുണ്ടെങ്കിൽ, ആ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി രസകരമായിരിക്കും എന്നൊരു കാര്യം ഞാൻ വിചാരിക്കുന്നത്. എനിവേസ് ഒരുപാട് ഈസ്റ്ററുകളോട് കൂടിയിട്ടുള്ള ഒരുപാട് ഹിഡൻ ഡീറ്റെയിലുകൾ കണക്ട് ചെയ്യുന്ന അതിൽ ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ഷൻ സീക്വൻസ് സെറ്റ് ചെയ്തേക്കുന്ന ഈ പവർ ഹൗസ് പറയുന്ന സോങ്ങിനകത്ത് തന്നെ ലോകേഷിന്റെ ഹിഡൻ ഡീറ്റെയിലുകൾ എന്ന് പറയുന്നത് ഒരുപാടാണ്. സോ എന്താണ് നിങ്ങളുടെ ഹിഡൻ ഡീറ്റെയിൽ എന്നുള്ള കാര്യം താഴെ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലോ ഷെയർ ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ പരിഗണിച്ചേക്കുക. തൊട്ടുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ടു സൈനിങ് ഔട്ട്. ബൈ.